മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്നലെ US മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല, ക്ലോസ് ആയിരുന്നു. ഇന്നലെ US നിന്നുള്ളൊരു പ്രധാന ട്രംപിൻ്റെ ഒരു പ്രസ്താവന, ഈ ഒരു ഇസ്രായേൽ ഇറാൻ വാറിൽ അവർ പങ്കെടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള തീരുമാനം ഏകദേശം ഒരു ആഴ്ചയോടെ അറിയിക്കുമെന്നുള്ളതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ യൂറോപ്യൻ യൂണിയനായിട്ട് താരിഫ് 10% ധാരണയായി എന്നുള്ള ന്യൂസുകളും ഉണ്ട്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്തത് അതിനുശേഷം ഒരു 100 പോയിന്റിൻ്റെ ഒരു അപ്സൈഡ് പോയി വീണ്ടും ഓപ്പൺ ചെയ്യുന്ന റേഞ്ചിൽ ക്ലോസ് നടത്തി. FISും DISും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സ് ആയിരുന്നു. ഇന്നലെ ഓട്ടോ സെക്ടേഴ്സ് ഇന്നലെയും മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. IT സെക്ടേഴ്സ് മിക്സഡായ രീതിയിൽ പെർഫോമൻസ് നടത്തി. ടെക്കം ഫോൾ ആയപ്പോൾ വിപ്രോ അപ്പായിട്ടുണ്ട്. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് ഉള്ളത്. ഡോ ഫ്യൂച്ചർ 200 പോയിന്റ് മൈനസിൽ തന്നെയാണ് ഉള്ളത്. കാണാം US ഏറ്റവും താഴെ 3 യൂറോപ്യൻ മാർക്കറ്റും റെഡിൽ ക്ലോസ് ചെയ്തതിൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 1% ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഡോ ഫ്യൂച്ചർ 120 പോയിന്റ് മൈനസാണ്. ജപ്പാനും കൊറിയയും നിക്കിയും കോസ്പിയും പ്ലസ് ആണ്. ചൈന ഓസ്ട്രേലിയ മൈനസാണ്. മറ്റുള്ള ഗോൾഡും ബ്രന്റ് ഓയിലും ബിറ്റ്കോയിനും എല്ലാം തന്നെ കൺസോൾട്ടേഷൻ റേഞ്ചിലാണ്. ഇന്ത്യൻ മാർക്കറ്റും കൺസോൾട്ടേഷനാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് കൺസോൾട്ടേഷനായ രീതിയിലാണ് ഉള്ളത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, വാർത്തകൾ മാത്രമാണ്. നെസ്ലെ കമ്പനി ഇവിടെ കമ്പനിയുടെ തന്നെ ഏറ്റവും ആദ്യത്തെ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ജൂൺ 26 അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കും. HCL ടെക് IT കമ്പനിയാണ്. ജസ്റ്റ് എനർജി എന്ന് പറയുന്ന ഒരു US ബേസ്ഡ് ആയിട്ടുള്ളൊരു എനർജി റീറ്റെയിൽ കമ്പനിയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഗാലറ്റ് ഐസ്പാറ്റ് കമ്പനി ഇവരുടെ തന്നെ ഡെവലപ്പേഴ്സ് വിങ് ഉണ്ട്. ആ ഒരു ഡെവലപ്പേഴ്സ് വിങ്ങിൽ 33% നിക്ഷേപം ഇവർ നടത്തി. കോൺകോർ കമ്പനി കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കമ്പനി 1:4 റേഷ്യോയിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 1:4 എന്ന് പറഞ്ഞാൽ 4 ഷെയറുകൾ ഉണ്ടെങ്കിൽ ഒരു ഷെയർ അഡീഷണൽ കിട്ടും. മസ്റ്റക് കമ്പനി പുതിയ AI പ്ലാറ്റ്ഫോം അവർ ലോഞ്ച് ചെയ്തു. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് റിയാലിറ്റി കമ്പനിയാണ്. അവരുടെ ഈ ബേക്കറി അവർ ഫുഡ് ബിസിനസ്സിലേക്കും എൻ്റർ ചെയ്യാണ്. ബേക്കറി ബിസിനസ് ആദ്യത്തെ ബേക്കറി ഔട്ട്ലെറ്റ് ബാംഗ്ലൂരിൽ ഓപ്പൺ ആക്കുന്നുണ്ട്. യൂനോ മിൻഡ കമ്പനി മഹാരാഷ്ട്രയിൽ അവരുടെ പുതിയ പ്ലാന്റ് ഓപ്പൺ ചെയ്യുന്നു. ആദാനി പവർ കമ്പനി വിബ്രബ്ര ഇൻഡസ്ട്രീസിനെ ഇവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടല്ല, ഭാഗികമായിട്ട് അക്യൂർ ചെയ്തു. സംബന്ധൻ മദേഴ്സൻ സുമി ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഒരു പുതിയ ജോയിന്റ് വെഞ്ചർ ഒരാൾ ഏർപ്പെട്ടു. നാറ്റ്കോ ഫാർമ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി നാറ്റ്കോ ഫാർമയുടെ പ്ലാന്റിൽ വന്നു, ഇൻസ്പെക്ഷൻ നടത്തി. 7 നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് ഈ EIR റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, പെൻഡിങ് ആണ്. നിർദ്ദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അത്ര നല്ലതാകില്ല കമ്പനികൾക്ക് അന്നത്തെ ദിവസം. അറ്റ്ലീസ്റ്റ് JSW ഇൻഫ്ര കമ്പനി ഇവർ കൊൻകൻ റെയിൽവേ ആയിട്ട് പുതിയ ജോയിന്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. യുണൈറ്റഡ് സ്പിരിറ്റ്സ് കമ്പനി ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ഇവർ ACR എന്നോവോ സ്പിരിറ്റ് ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഹിൻഡൽകോ കമ്പനി US ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. അവിടെ ഒരു അക്വസിഷനും നടത്തി. PCBL കെമിക്കൽ കമ്പനി ഇവർ ബാറ്ററി ബിസിനസ്സിലേക്ക് വരികയാണെന്നുള്ള ഒരു വാർത്തകളുണ്ട്. അപ്പോൾ സ്റ്റോക്കുകളുടെ വാർത്തകൾ ഇതാണ്. ഗ്ലോബലി നോക്കുമ്പോൾ അത് നമ്മൾ കവർ ചെയ്തു. 7 മണിക്ക് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് എത്താം. എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ന്യൂസ് ഷെയർ ചെയ്യുക. ചെറിയ സമയം കൊണ്ട് നമ്മൾ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.